പോക്കന്നൂരായിരുന്നോ? നമ്മുടെ നാടുള്ള എന്തെങ്കിലും സിനിമയിൽ കണ്ടിട്ടോ നോക്കിയേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലായെങ്കിൽ. സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൻ്റെ അടുത്താണ് എത്തിയണേ. ഓക്കെ ഓക്കെ, ഞാൻ താഴെ കേട്ടോ. അപ്പോൾ നമുക്ക് KFC അങ്കമാലിയിൽ നിന്നൊരു ഓർഡർ അടിച്ചിരിക്കുകയാണ്. 27 രൂപ 5 പൈസയുടെ ഓർഡറാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്കത് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. മാപ്പിടേണ്ട ആവശ്യമില്ല, അറിയാം. എന്നാലും ഇരിക്കട്ടെ. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് എത്താനാണ് ഒരു പാട്. ഓക്കെ, അതെന്തായാലും ഓഫ് ടു KFC അങ്കമാലി. അപ്പോൾ നമ്മൾ KFCയിൽ എത്തിയിട്ടുണ്ട്. ഒറ്റടിച്ച് പോകുന്നു, ബ്ലോക്ക് ഉണ്ടായില്ലേ ഭാഗ്യം. അപ്പോൾ നമ്മൾ റീച്ചഡ് ടു പിക്കപ്പ് കൊടുക്കാം. എന്ത് വ്യത്യാസമൊക്കെ പോലെ ഉണ്ടല്ലോ, ഇതൊന്നും കാണാൻ പറ്റില്ല. അങ്കമാലി ഹോളി ഫാമിലി സ്കൂളിൻ്റെ അടുത്താണ്. നമുക്ക് എന്തായാലും ഇതെന്താണോ എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. ഓർഡർ എന്തായാലും ഒരു പിടുത്തുണ്ടായില്ല, സമയം എത്രയായെന്ന് ഒരു പിടുത്തുണ്ടായില്ല. എന്തായാലും ഓർഡർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകണ്ടോ. 1 ഇൻറ്റു ഫുഡെന്ന് മാത്രമേ എന്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി എന്തെന്നാണോ അത്രയും. എന്തായാലും ഒരു പെപ്സി ഉണ്ട്, അത് മാത്രം ഇപ്പോൾ കാണാൻ പറ്റും. ബാക്കിയൊക്കെ സീനാണ്. എന്താ അവിടെ. ഓക്കെ, അപ്പോൾ ഫുഡ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കസ്റ്റമർ അടുത്തേക്ക്. ഞാൻ കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഫ്രെയിമില്ല, ഈ ഫ്രെയിമോ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടോ നോക്കി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലായെങ്കിൽ. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്കമാലിയുടെ ഒരു സിനിമയിലുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ഇതിപ്പം കാണിച്ചേക്കാം അത്. ഓക്കെ, നമ്മൾ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടോ, നമുക്ക് കസ്റ്റമറൊന്ന് വിളിക്കാം. ഹലോ അമ്മ, ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സൊമാറ്റോന്നാണേ. അല്ല, ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൻ്റെ അടുത്താണ് എത്തിയണേ. ഓക്കെ ഓക്കെ, ഞാൻ താഴെ കേട്ടോ. ശരി, വേണ്ട പിടിക്കാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്നുള്ളത് നോക്കാം കേട്ടോ. 40 രൂപ 88 പൈസയാണ് നമുക്ക് കിട്ടിയിരുന്നത്. 6.5 കിലോമീറ്റർ നമ്മൾ ആ ഒരു ഓട്ടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഗെറ്റാണ് അത് ഓടുക. അപ്പോൾ വെച്ചാൽ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അറാഫ മഞ്ഞാൽ പിരിയുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. 64 രൂപയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം ഓർഡർ. നേരെ ഓഫ് ടു അറാഫ മഞ്ഞാൽ പിരിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടിച്ചിരിക്കുന്നത് 2 ഓർഡറാണ്. മൾട്ടി ഓർഡർ ഉണ്ടോ, ഞാനത് ക്യാമറയുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിട്ടുണ്ടായില്ല. ഞാനത് പോയി ഒരെണ്ണം പിക്ക് ചെയ്തിരുന്നു. ഒരു 75-44 വരെ ഞാൻ പിക്ക് ചെയ്തിരുന്നു. 65 ആണ് വേങ്ങൂർ ഭാഗത്തേക്ക്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഒരെണ്ണം കൂടി ആവാനുണ്ട്. അത് ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മൾട്ടി ഓർഡറാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം മിക്കവാറും ഈ രണ്ടാമത് റെഡി ആവാത്ത ആ ഒരു ഓർഡർ ആയിരിക്കുള്ളൂ ആദ്യം കൊടുക്കുക. അതിന് ശേഷമാണ് ഈ കാലടി റൂട്ട് ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ പിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ 5 തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് അടുത്ത ഓർഡർ കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യാം. ഇത് 15 പ്ലേറ്റ് 65 അല്ലേ? ഓക്കെ, പിക്കഡ് ഓർഡർ കൊടുത്തു. പിക്കഡ് 2 ഓർഡർ. ഓക്കെ, അറാഫ സബ്മിറ്റ്.
കാണിക്കുന്നത് വേങ്ങൂരാണല്ലോ. തൊട്ടടുത്ത് LF ആണ്. പിന്നെന്താണാവോ? ഓക്കെ, നമുക്ക് സൊമാറ്റോ എന്താണ് പറയുന്നത് അതനുസരിച്ച് നീങ്ങാം. ശരിയായിരുന്നു നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ കൊടുത്തു കേട്ടോ. അതൊരു ലേഡി ആയിരുന്നുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ക്യാഷ് കളക്ട് ചെയ്തു. 175 രൂപ അടിച്ചു കൊടുത്തു. അടുത്തത് ഓർഡർ ഡെലിവറി കൊടുത്തു. അടുത്ത് തന്നെ ജിൻസൺ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. അല്ല, ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ്. അതാണോ? എൻ്റെ ദൈവമേ, മൂക്കന്നൂരായിരുന്നോ? നമ്മുടെ നാടുള്ള. അപ്പോൾ ഓക്കെ, മൂക്കന്നൂർ. ഓഫ് ടു മൂക്കന്നൂർ. ഞാൻ അറിയണമായിരുന്നാളാവോ? കോമഡി ആയിരിക്കും. അപ്പോൾ മൂക്കന്നൂർ എന്നിട്ട് കാണാം കേസ്. ബ്രദറാണോ? ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉള്ളതാണ്. ശരി ശരി. അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 2 ഓർഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, എത്ര കിട്ടിയെന്ന് നോക്കാം. കറങ്ങ് 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 കറങ്ങ്. 66 രൂപയാണ് നമുക്ക് ഈ ഒരു. 66 രൂപ കുറവാണോ? എന്തായാലും 9 കിലോമീറ്ററാണ് നമ്മൾ വന്നതാണ്. 66 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. സെൽഫി ചോദിക്കുന്നുണ്ട്. സെൽഫി ചോദിക്കുന്നത് വളരെ വള്ളി കേട്ടോ. അത് അതുപോലെ ഇരുട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും മരിച്ചു പോകുന്നത്. ഓക്കെ, വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ നേരെ ഇനി വീണ്ടും അങ്കമാലി. അപ്പോൾ പക്ഷേ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അറാഫ മലയാളി ബിരിയാണിയുടെ അടുത്തു നിന്നാണ്. ഞാനിപ്പോൾ ഇവിടെ അറാഫയുടെ അടുത്ത് വരെ എത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് ഓർഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് സെൽഫി ചോദിക്കുന്നുണ്ട്. സെൽഫി കൊടുക്കട്ടെ. ആവാൻ സെൽഫി കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഇതും മൾട്ടി ഓർഡർ തന്നെയാണ്. പൊളി. ഒരു ഓർഡർ റെഡി ആയിട്ടുണ്ട്. അറാഫയിൽ തന്നെയാണ് മൾട്ടി ഓർഡർ. ബിരിയാണി, അൽഫാം, പെരിപ്പരി മന്തി, 15-28 ചിക്കൻ ബിരിയാണി. അടുത്തത് ഇവിടുന്നാണോ? ആവണോളൂ. അപ്പോൾ അടുത്ത ഓർഡർ ആവണുള്ളൂ. അത് അൽഫാം പെരിപ്പരിയാണ്. വെയിറ്റ് ചെയ്യാം. 13 മിനിറ്റ് സമയം പറയണം. എൻ്റെ പൊന്നോ. ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ 80 അൽഫാം പെരിപ്പരി. ഓക്കെ,
അപ്പോൾ അങ്ങനെ 2 ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുക്കാമല്ലോ. എന്താ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ കസ്റ്റമറാണെന്നുള്ളതാണ്. ഇത് സബ്മിറ്റ് മാപ്പ് കൊടുക്കാം. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 3.1 എത്താറായിട്ടുണ്ട്. ഹലോ, എവിടെ എത്തി? ഞാനിപ്പോൾ ലൊക്കേഷനിലുണ്ട്. എവിടെയായിട്ട് നിൽക്കുന്നതെന്ന് പറയാമോ? കൃത്യമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് സ്കൂട്ടർ കൊണ്ട് പോയി നിങ്ങളാണോ? അല്ല അല്ല, അതൊരു പഠിപ്പുരയുള്ള വീട് കണ്ടോ? പഠിപ്പുരയുള്ള വീടാ. ഇവിടെ ഒരു ഷീറ്റൊക്കെ മേഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. ഷീറ്റോ? ജിയോ ഷീറ്റൊക്കെ മേഞ്ഞിട്ടുള്ള. എവിടെ നിക്കുന്നേ? ഞാൻ കിടങ്ങൂർ കപ്പയിളക്കിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്. കിടങ്ങൂര് അങ്കമാലിന്ന് വരുമ്പോ കിടങ്ങൂര് കപ്പയിലെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അടുത്തോട്ട് തിരിഞ്ഞു നേരെ വന്നു അല്ലേ? ആ, നേരെ വന്നു കഴിയുമ്പോ ഒരു ചെറിയ കപ്പേള കാണാം. അത് കഴിഞ്ഞ് നേരെ തന്നെ വരണം. വളവ് തിരിയാൻ പാടില്ല, നേരെ തന്നെ വരണം. അപ്പൊ പണി തീരാത്തൊരു വീട്, പണിതോണ്ടിരിക്കുന്ന ഒരു വീട് കാണാം. അവിടുന്ന് ഒരു സ്വല്പം മുന്നോട്ട് വരുമ്പോ പഠിപ്പുരയുള്ള ഒരു വീട് കാണാം. പഠിപ്പുരയുള്ള ഒരു വലിയ വീടാണത്. ആ വീടിന് തൊട്ടപ്പുറം അകത്തോട്ട് കയറി ചെയ്യുന്ന ഒരു വീടാണ്. ഇതന്നെ. അപ്പോൾ 2 ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഡർ ഡെലിവറിയുടെ അതൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ₹37 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. റോഡിൻ്റെ അവിടെ ഒന്ന് മാർക്കേട്ടാ. ഞാൻ ഗോപ്രോയിൽ ചാർജ് ചെയ്തപ്പോൾ ഒരു ബാറ്ററിയിൽ ചാർജ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ 2 ബാറ്ററിയും കൊണ്ടുവന്നിട്ടും ചാർജ് ആവാത്തതുകൊണ്ട് പണിയായി. ഇപ്പോൾ ബാറ്ററി ഓഫായി പോകും. 2% ഉള്ളൂ, ഒരെണ്ണത്തിലെ ഫുള്ളുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ